ഹായ്, ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിലെ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബയോടെക്നോളജിയുടെ ഹിസ്റ്ററി, പ്രിൻസിപ്പിൾസ്, അതുപോലെ ബയോടെക്നോളജിയിലെ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്, അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബയോടെക്നോളജി അല്ലെങ്കിൽ റീകോmbinant DNA ടെക്നോളജിയിൽ വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ റീകോmbinant DNA ടെക്നോളജി എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിന് വേണ്ടുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഏതൊക്കെ ടൂൾസും എന്താണൊക്കെ അത് ടൂൾസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. അപ്പൊ ഏതെങ്കിലും സ്റ്റെപ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിന്റെ? അതായത് ഏറ്റവും ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് DNA ആണ്. പിന്നെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. അത് കഴിഞ്ഞിട്ട് ഐസൊലേഷൻ ഓഫ് എ ഡിസയർഡ് DNA ഫ്രാഗ്മെന്റ്. Then ligation of DNA fragment into a vector. Then transferring the recombinant DNA into the host. Then culture the host cells in a medium at large scale. Then extraction of the desired product. ഇത്രയാണ് റീകോmbinant DNA ടെക്നോളജിയിൽ വരുന്ന ഡിഫറെന്റ് സ്റ്റെപ്സ്. ഇനി ഈ സ്റ്റെപ്സ് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA. ഇപ്പൊ നമുക്കറിയാം മെജോറിറ്റി ഓഫ് ഓർഗാനിസത്തില് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആയിരിക്കും. അപ്പം ന്യൂക്ലിയിക് ആസിഡ് ആണ് ജനറ്റിക് മെറ്റീരിയൽ. അത് എല്ലാ ഓർഗാനിസത്തിലും ന്യൂക്ലിയിക് ആസിഡ് തന്നെയായിരിക്കും. മെജോറിറ്റി ഓഫ് ഓർഗാനിസത്തില് DNA ആയിരിക്കും ജനറ്റിക് മെറ്റീരിയൽ. ഇനി ചില ഓർഗാനിസത്തില് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവും. അതായത് ഇപ്പം RNA വൈറസ് പോലുള്ളവര്. അപ്പം DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ DNA എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഐസൊലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനിയിപ്പോ DNA അതിന്റെ കൂടെ തന്നെ ഒരുപാട് എൻസൈംസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം അതിനെ പ്യുവർ ഫോമിൽ ആക്കണം. എന്നാലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ത് ചെയ്യുള്ളൂ, DNA കട്ട് ചെയ്യുള്ളൂ. അപ്പൊ പ്യുവർ ഫോമിൽ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, DNA ഒപ്പമുള്ള വേറെ കുറെ മാക്രോ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നും ഈ DNA ഫ്രീഡം കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രീലി അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടുന്ന സ്റ്റെപ്പാണ് ഇനി പറയുന്നത്. ഇനി DNA എന്ന് പറയുന്നതിന് ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അപ്പൊ മെംബ്രെയിന് അല്ലെങ്കിൽ ആ ഒരു സെല്ല് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ആ സെല്ലിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, DNA അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള കുറെ മാക്രോ മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. അതായത് RNA ഉണ്ടായിരിക്കും, പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, പോളിസാക്കറൈഡ്സ് ഉണ്ടായിരിക്കും, ലിപ്പിഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതുപോലെ കുറെ മാക്രോ മോളിക്യൂൾസിന് ഒരുമിച്ചാണ് ഈ DNA ഉണ്ടായിരിക്കുക സെല്ലിന്റെ ഉള്ളിൽ. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇതിന് ഒരു ഫ്രീഡം കൊടുക്കുക DNA-ക്ക്, അല്ലെങ്കിൽ അതിനെ ഫ്രീലി ഇതിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. അപ്പം ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഈ DNA നിന്നും സെല്ലിൽ നിന്നും ഇത് സെല്ല് ബ്രേക്ക് ചെയ്ത് DNA അതുപോലെ മാക്രോ മോളിക്യൂൾസ് ഒക്കെ പുറത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ പുറത്തെടുത്ത് കഴിഞ്ഞതിനെ എന്ത് ചെയ്യും, ഈ ലൈസോസൈം, സെല്ലുലേസ്, കൈറ്റിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് വെച്ചിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യും. ഇപ്പൊ ഈ ലൈസോസൈം എന്ന് പറയുന്നത് ബാക്ടീരിയയിൽ നിന്ന് എടുക്കുന്ന ഒരു എൻസൈം ആണ്. പ്ലാന്റ് സെല്ലിൽ നിന്ന് എടുക്കുന്നതാണ് സെല്ലുലേസ്, ഫംഗസിൽ നിന്ന് എടുക്കുന്നതാണ് കൈറ്റിനേസ്. ഇതൊക്കെ എൻസൈംസ് ആണ്. ഇത് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൈസോസൈംസ് എന്ത് ചെയ്യും, ലൈസോസോംസിനെ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ലൈസോസോംസിനെ എലിമിനേറ്റ് ചെയ്യും. ഈ ഒരു സംഭവത്തിന്, അതായത് DNA കുറെ മാക്രോമോളിക്യൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു, അതിൽ നിന്ന് ലൈസോസോംസിനെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇപ്പൊ നമുക്കറിയാം ജീൻസ് ഉണ്ട് നമ്മുടെ ഇപ്പൊ സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിന്റെ ഏറ്റവും സെന്റർ ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് തന്നെയാണ് സെല്ലിന്റെ എല്ലാ കാര്യങ്ങളിനെയും എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ബോഡിയിലെ ബ്രെയിൻ ഉള്ളത് പോലെ നമ്മുടെ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് ബ്രെയിൻ ആണ്. അവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സെല്ലില് അങ്ങനെ സെല്ലിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ഉള്ളില് ക്രൊമാറ്റിൻ റെട്ടിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ക്രൊമാറ്റിൻ റെട്ടിക്കുലം. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ജീൻസ് ഉള്ളത്, അതിലാണ് DNA വരുന്നത്. ഇനി ദെൻ ഇപ്പം DNA കേസ് നമ്മൾ പറഞ്ഞു ജീൻസിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ DNA എന്ന് പറയുന്നത് ലോങ് മോളിക്യൂൾസ് ആണ്.
ലോങ് മോളിക്യൂൾസ് ആണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഇനി അതിന്റെ കൂടെ തന്നെയാണ് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസും കാണുന്നത്. ജീൻസിന്റെ ഉള്ളിൽ DNA മാത്രമല്ല ഹിസ്റ്റോൺസും ഉണ്ട്. ഇനി അപ്പം ഇപ്പൊ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും DNA എന്ന് പറയുന്നത് തന്നെക്കല്ല, അതിന്റെ കൂടെ കുറെ മാക്രോമോളിക്യൂൾസ് ഉണ്ട്, പോരാത്തതിലേക്ക് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസും ഉണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ RNAസും ഉണ്ട്. ഈ RNA എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്ത് കളയുക? റൈബോന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം വെച്ചിട്ടാണ് RNA റിമൂവ് ചെയ്യുന്നത്. കാരണം റൈബോസോമിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് കിടക്കുന്ന RNAs ആണ് നമ്മൾ ഹ്യൂമൻസിലൊക്കെയും അല്ലെങ്കിൽ DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ കാണുന്നത്. അപ്പൊ അതിനെ റൈബോസോമൽ RNA എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള റൈബോസോമൽ RNA റിമൂവ് ചെയ്യാൻ റൈബോന്യൂക്ലിയസ് എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രോട്ടീൻസിന് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക? അപ്പൊ അതിനൊരു എൻസൈം ഉണ്ട്, പ്രോട്ടിയേസ്. ഇതൊക്കെ നമുക്ക് അതിന്റെ ആ ഒരു പേര് വെച്ചിട്ട് തന്നെ എൻസൈമിനെ മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ ഓർത്തിരിക്കാനും പറ്റും. ഇനി വേറെയും കുറെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ അതൊക്കെയും ഇതുപോലെ തന്നെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻസൈംസും ട്രീറ്റ്മെന്റ്സും വെച്ചിട്ടാണ് റിമൂവ് ചെയ്ത് കളയുന്നത്. ഇനി ഇങ്ങനെ റിമൂവ് ചെയ്ത് എല്ലാം നീക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യും? ആ ഒരു പ്യുവർ DNA ഫോം ചെയ്യും, അല്ലെങ്കിൽ പ്യുവർ DNA അവിടെ തന്നെക്ക് ബാക്കി ഉണ്ടാവും. അപ്പൊ അതിനെയാണ് പ്യൂരിഫൈഡ് DNA എന്ന് പറയുന്നത്. ഇനി ഈ പ്യൂരിഫൈഡ് DNA എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക? അപ്പം ലാസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിലോട്ട് ചിൽഡ് എത്തനോൾ ഒഴിക്കാം. ഒരു ടെസ്റ്റ് ട്യൂബിലാണ് ഉണ്ടാവുക, അപ്പൊ അതിലോട്ട് ചിൽഡ് എത്തനോൾ ഒഴിക്കാം. ചിൽഡ് എത്തനോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ടെമ്പറേച്ചറിൽ കൂൾ ചെയ്തെടുത്തിട്ടുള്ള എത്തനോൾ. അപ്പൊ അത് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒഴിക്കുമ്പോൾ ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള DNA ആണെങ്കിൽ അതെന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുത്ത് ആ ഒരു സംഭവമാണ് ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പൂളിംഗ് ഒക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പിക്ചറിൽ കാണാം സ്പൂളിംഗ് യൂസ് ചെയ്തിട്ട് DNA സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ദിസ് ക്യാൻ ബി സീൻ ആസ് കളക്ഷൻ ഓഫ് ഫൈൻ ത്രെഡ്സ് ഇൻ ദ സസ്പെൻഷൻ. അപ്പൊ ഈ പ്രസിപ്പിറ്റേഷൻ വന്ന് കഴിയുമ്പോൾ അതിന്റെ താഴെ സസ്പെൻഷനിൽ എന്ത് കാണാൻ പറ്റും? കുറെ ഫൈൻ ത്രെഡ്സ് കിടക്കണ കാണാം. അതാണ് എന്ത്? പ്യൂരിഫൈഡ് DNA. പിന്നെ അത് സ്പൂളിംഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ഇതിലോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഐസൊലേഷൻ ഓഫ് DNA അല്ലെങ്കിൽ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ വരുന്ന പ്രൊസീജിയേഴ്സ്. ദെൻ ഇനി എങ്ങനെയാണ് ഇപ്പം DNA ഐസോലേറ്റ് ചെയ്തെടുത്താൽ മാത്രം പോരാ, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് DNA എന്ത് ചെയ്യണം? സ്പെസിഫിക് ലൊക്കേഷനിൽ കട്ട് ചെയ്യണം. അതായത് നമുക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള ജീൻസ് ഉള്ള അല്ലെങ്കിൽ ഡിസൈഡ് ആയിട്ടുള്ള DNA സീക്വൻസുകൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അത് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പെസിഫിക് ലൊക്കേഷനിൽ DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നൊക്കെയാണ് നമ്മൾ അതിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? DNA കട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇനി ഏറ്റവും ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ റെസ്ട്രിക്ഷൻ എൻസൈമും അതുപോലെ തന്നെ പ്യൂരിഫൈ ചെയ്തെടുത്തിട്ടുള്ള DNA കൂടിയിട്ട് ഇൻക്യുബേറ്റ് ചെയ്യും. ഓക്കെ, ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്യുന്നത് ഒപ്റ്റിമൽ കണ്ടീഷൻസിലാണ്. ഇൻക്യുബേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കണം, ഒപ്റ്റിമൽ കണ്ടീഷനിൽ വെക്കുന്നതിനെയാണ് ഇൻക്യുബേറ്റ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ഇതിനെ ഒപ്റ്റിമൽ കണ്ടീഷനിൽ വെക്കുന്നു. സ്പെസിഫിക് എൻസൈം ഇപ്പൊ ഏത് സീക്വൻസിലാണ് കട്ട് ചെയ്യുന്നത് അതിനൊക്കെയും സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് ഉണ്ട്. ഇപ്പൊ HIND3 HIND2 എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ EcoR1 എന്നിട്ട് കുറെ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈംസും പല സ്ഥലത്താണ് കട്ട് ചെയ്യുന്നത് DNA. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതനുസരിച്ചുള്ള സ്പെസിഫിക് എൻസൈം ആണ് സെലക്ട് ചെയ്യാൻ ഒപ്റ്റിമൽ കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഇതിനെ ഇൻക്യൂബേറ്റ് ചെയ്യുന്നു DNA റെസ്ട്രിക്ഷൻ എൻസൈമായിട്ട്. ഇനി ഇത് കഴിയുമ്പോൾ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസും ചെയ്യുന്നുണ്ട്. അതായത് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇതിനെ കട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രഷൻ, ആ ഒരു പ്രൊസീജിയറിന്റെ പ്രോഗ്രഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യും. അതായത് ലാർജ് ബാൻഡ്സ് നിന്ന് സ്മോൾ ബാൻഡ്സ് ആകുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ അഗാരോസ് ജെല്ലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ ആ ഒരു സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ടുള്ള DNA അവിടെ നിന്നും ഐസോലേറ്റ് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഇതിനു മുമ്പുള്ള പ്രിൻസിപ്പിൾസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഓർത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ DNA അപ്പം എന്ത് ചെയ്തു? സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ടുള്ള DNA നമുക്ക് കിട്ടി. ഇനി ഈ DNA എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. DNA എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പം ഇലക്ട്രിക്കൽ ഫീൽഡ് കൊടുക്കുന്നത് വഴി ആനോഡും കാഥോഡും ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ആനോഡിലോട്ടാണ് എന്ത് ചെയ്യുക? ഈ ഒരു
മോളിക്യൂൾസ് അല്ലെങ്കിൽ DNA അതിന്റെ ആനോഡിന് ടുവാർഡ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ DNA അല്ലെങ്കിൽ സ്മോൾ ഫ്രാഗ്മെന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് കട്ട് ചെയ്തിട്ടുള്ള ഡിസൈർഡ് ആയിട്ടുള്ള DNA സ്മോൾ ഫ്രാഗ്മെന്റ്സിനെ ഐസോലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു പ്രോസസ്സ്, ഇത്രയും പറഞ്ഞ കട്ടിങ് പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എന്തിന്റെ കേസിൽ? വെക്ടറിന്റെ കേസിൽ. വെക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒന്നിൽ നിന്നും വേറെ ഒന്നിലോട്ട്, അതായത് ഇപ്പം ബാക്ടീരിയയിലോട്ടോ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിലോട്ടോ ആനിമൽ സെല്ലിലോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ഈ ഡിസൈർഡ് DNA മാറ്റണം എന്നുണ്ടെങ്കിൽ വെക്ടർ വേണം. അതിനാണ് വെക്ടർ എന്ന് നമ്മൾ പഠിച്ചത്, ക്ലോണിങ് വെക്ടർ എന്നൊക്കെ പറയും നമ്മൾ. അപ്പം വെക്ടറിലോട്ട് അതായത് സെല്ലിലോട്ട്, വേറെ ഏതെങ്കിലും സെല്ലിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ വെക്ടർ വേണം. അപ്പൊ വെക്ടർ DNA നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ കട്ട് ചെയ്യണം സ്പെസിഫിക് സൈറ്റിൽ. അപ്പൊ ഈ ഡിസൈർഡ് DNA കട്ട് ചെയ്യാനും വെക്ടർ DNA കട്ട് ചെയ്യാനും നമ്മൾ സെയിം ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് യൂസ് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സെയിം ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യുന്നത്, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈംസും ഓരോ സ്പെസിഫിക് സീക്വൻസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ സെയിം ആയിട്ടുള്ളത് കട്ട് ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് ലിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സെയിം ആയിട്ടുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യും, വെക്ടർ DNA കട്ട് ചെയ്യുന്നു. ദെൻ ഇവരെ രണ്ടുപേരിനെയും പിന്നെ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആയിരുന്നു DNA ലിഗേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈർഡ് DNA സ്മോൾ ഫ്രാഗ്മെന്റ്സും അതുപോലെ തന്നെ വെക്ടർ DNAയും കൂടിയിട്ട് സ്പെസിഫിക് എൻസൈം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെ മിക്സ് ചെയ്യും, DNA ലിഗേസും കൂടി ആഡ് ചെയ്തിട്ട്. അത് കഴിയുമ്പോൾ എന്തുണ്ടാകും, അവിടെ റീകോമിനന്റ് DNA ഉണ്ടാകും. എന്നിട്ട് ഈ റീകോമിനന്റ് DNA എന്ത് ചെയ്യും, ഒരു ബാക്ടീരിയൽ സെല്ലിലോട്ടോ ഒരു പ്ലാന്റ് സെല്ലിലോട്ടോ അല്ലെങ്കിൽ ഒരു ആനിമൽ സെല്ലിലോട്ടോ എന്ത് ചെയ്യും, മാറ്റും. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ നടത്തും. അത് നെക്സ്റ്റ് പറയാം. അപ്പം ഇത്രയാണ് ഈ റീകോമിനന്റ് DNA വരെ എന്തുണ്ടായി, ഈ ഒരു കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ആ ഒരു പ്രൊസീജിയറിൽ പറഞ്ഞു തീർത്തു. അതായത് പ്രിപ്പറേഷൻ ഓഫ് റീകോമിനന്റ് DNA വരെ. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. ഇനി നമുക്ക് കിട്ടുന്ന, ഇപ്പം നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഒരു DNAയുടെ ഒരു ലെങ്ത് അല്ലെങ്കിൽ DNA ഇപ്പം DNA നമുക്കറിയാം നല്ല ലെങ്തി ആയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് വേണ്ടുന്ന ഡിസൈർഡ് ആയിട്ടുള്ള ആ കുറച്ച് സീക്വൻസ് എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതെന്ന് പറയുന്നത് വളരെ സ്മോൾ ഫ്രാഗ്മെന്റ് ആയിരിക്കും. പിന്നെ ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഫ്രാഗ്മെന്റ്സ് ഒന്നും തന്നെ ഒരേപോലത്തെ കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആംപ്ലിഫിക്കേഷൻ ചെയ്യണം. അതായത് ആ ഒരു നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു ഡിസൈറബിൾ DNAയുടെ സ്മോൾ ഫ്രാഗ്മെന്റ് ഒന്നും കൂടി കുറെ ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ടും വരുന്ന ഒരു റിയാക്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള DNAയുടെ ആ ഒരു സീക്വൻസിന് അല്ലെങ്കിൽ ആ ഒരു സ്മോൾ ഫ്രാഗ്മെന്റിന് ഒരുപാട് ബില്യൺസ് ഓഫ് കോപ്പീസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്നോ രണ്ടോ സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ റീകോമിനന്റ് DNA ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. അത് എന്ത് ടെക്നിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, PCR എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇനി ഈ റിയാക്ഷൻ എന്തിനാണ് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് DNA ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഡിസൈറബിൾ ജീൻ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു PCR യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു PCR ടെക്നിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു DNA ഓഫ് ഇൻട്രസ്റ്റ് ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നത് ഇൻവിട്രോ ആയിട്ടാണ്. ഓക്കെ, ഇൻവിട്രോ ആയിട്ടാണ്. ഇനി അതില് by using two set of primers, അതായത് രണ്ട് സെറ്റ് പ്രൈമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ DNA ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ വരുന്ന മൂന്ന് സ്റ്റെപ്സ് ഉണ്ട്. അത് ഫസ്റ്റ് പറയാം. അപ്പൊ PCR വരുന്ന 3 സ്റ്റെപ്പാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഡിനാച്ചുറേഷൻ ആണ്. പിന്നെ വരുന്ന സ്റ്റെപ്പ് പ്രൈമർ അൺലിങ് ആണ്. പിന്നെ വരുന്ന സ്റ്റെപ്പാണ് എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ്. ഓക്കെ, എക്സ്റ്റൻഷൻ ഓഫ് പ്രൈമേഴ്സ്. അപ്പൊ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഡിനാച്ചുറേഷൻ എന്താന്ന് നോക്കാം. ഇപ്പൊ നമുക്കറിയാം DNA എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്.
ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് ഉണ്ടായിരിക്കുക. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഒക്കെ കാണും. അതൊക്കെയും വൈറസിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഹ്യൂമൻസിലും ഇതുപോലുള്ള ഓർഗാനിസത്തിൽ എന്താണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ എന്ത് ചെയ്യണം, സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കണം. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിനാച്ചുറേഷൻ. അതായത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഹീറ്റ് കൊടുക്കും, അതായത് 96 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോൾ അത് രണ്ടും സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതായിട്ട് മാറും. ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതായിട്ട് മാറും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനീലിംഗ് ആണ്. അനീലിംഗിൽ 55 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അനീലിംഗിൽ ടെമ്പറേച്ചർ മാത്രമല്ല പ്രൈമേഴ്സും കൂടി കൊടുക്കും. അപ്പൊ ഈ പ്രൈമേഴ്സ് എന്ന് പറയുന്നത് ഇതിനെയാണ് പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 2 സെറ്റ് പ്രൈമേഴ്സ് കൊടുക്കും. ഓക്കെ, അപ്പം അതും കൂടി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനീലിംഗ് ചെയ്യുന്നത്. അത് 55 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുക അനീലിംഗ്. അപ്പൊ എന്ത് ചെയ്യും, ഈ പ്രൈമേഴ്സ് ചെന്നിട്ട് ഓരോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മുകളിൽ ചെന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അനീൽ ചെയ്യും എന്നാണ് നമ്മൾ പറയേണ്ട സ്പെസിഫിക് ടേം, അനീൽ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ടെക്നിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്യുന്നത് 72 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ 72 ഡിഗ്രി സെൽഷ്യസിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്യും. അതാണ് DNA പോളിമറേസ് അല്ലെങ്കിൽ ടാഗ് പോളിമറേസ് എന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പം ഈ ടാഗ് പോളിമറേസിന്റെ പ്രത്യേകത, തെർമസ് എക്വാട്ടിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നാണ് ഈ ടാഗ് പോളിമറേസ് എടുക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു PCR ടെക്നിക്കിൽ ഒരുപാട് കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാകും, അവിടെ ചില DNA പോളിമറേസിനൊന്നും ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഓർഡിനറി DNA പോളിമറേസിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്, അല്ലെങ്കിൽ DNA പോളിമറേസ് ആണ് ടാഗ് പോളിമറേസ്. അത് തെർമസ് എക്വാട്ടിക്കസ് എടുത്തിട്ടുള്ള ആ ഒരു ബാക്ടീരിയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള എൻസൈം ആണ്. അപ്പൊ അതാണ് ഇവിടെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എക്സ്റ്റൻഷൻ നടക്കുന്നത്. എക്സ്റ്റൻഷൻ, ആ വേർഡ് കൊണ്ട് നമുക്ക് അറിയാം, എക്സ്റ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടുക. എക്സ്റ്റെൻഡ് ചെയ്യാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആയിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രൈമർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈമറിനെ അറ്റാച്ച് ചെയ്ത ഒരു ഇതിനെയാണ് കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള കളറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പ്രൈമർ എന്ത് ചെയ്യും, അതിനെ കോപ്പി ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ എന്തുണ്ടാകും, 2 ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA വേറെ സിന്തസൈസ് ചെയ്യും. ഒറ്റ ഡബിൾ സ്റ്റാൻഡേർഡ് DNA 2 സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കി എടുത്തു. ഏറ്റവും ഫസ്റ്റ് ഡീനാച്ചുറേഷനിൽ, അനീലിംഗിൽ അത് പ്രൈമേഴ്സ് ചെന്ന് അനീൽ ചെയ്തു. ദെൻ എക്സ്റ്റൻഷനിൽ അവിടെ എന്തുണ്ടായി, 2 ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫോം ചെയ്തു. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA 2 ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫോം ചെയ്തു. അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു PCR ടെക്നിക്ക് വെച്ചിട്ട് 1 ബില്യൺ ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ബില്യൺസ് കോപ്പീസ് അതായത് ഡിസൈറബിൾ DNA ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ പറഞ്ഞു. DNA പോളിമറേസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദ എൻസൈം എക്സ്റ്റെൻഡ് ദ പ്രൈമേഴ്സ് യൂസിങ്. അപ്പൊ DNA പോളിമറേസ് അതായത് ടാഗ് പോളിമറേസ് ആ പ്രൈമേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ടാഗ് പോളിമറേസ് നമ്മൾ പറഞ്ഞു. അത് ആ ഒരു ടാഗ് പോളിമറൈസ് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് ആണ് അത് ഉണ്ടാക്കുന്നത്, തെർമസ് എക്വാട്ടിക്കസ് എന്നാണ് പറഞ്ഞു. പിന്നെ അതുപോലെ ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ ആണ് അത്. അതുകൊണ്ടാണ് അതിൽ നിന്നും എൻസൈംസ് എന്ത് ചെയ്തത്, ടാഗ് പോളിമറൈസ് എൻസൈം എടുത്തത്. അതുപോലെ തന്നെ 1 ബില്യൺസ് ഓഫ് കോപ്പീസ് എന്തുണ്ടാക്കാൻ പറ്റും, DNA ഓഫ് ഡിസൈർഡ് DNA ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു DNA ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിസൈർഡ് DNA അതിനെ കട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കട്ട് ചെയ്ത ഇപ്പോൾ ഒരു
ഇപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഒറ്റ DNA എന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്മോൾ ഫ്രാഗ്മെന്റ് ഒക്കെയാണ് ഡിസയേർഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ് കിട്ടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീകോമിനന്റ് DNA ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നത്. ആംപ്ലിഫൈ ചെയ്യുന്നത് ഈ 3 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പം എന്തുണ്ടായ ഡിസയേർഡ് DNAയുടെ ഒരുപാട് കോപ്പീസ് കിട്ടി നമ്മുടെ കയ്യിൽ, അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ്. പിന്നെ അതുപോലെ തന്നെ വെക്ടർ കട്ട് ചെയ്തിട്ടുള്ളതും കിട്ടി. ഇനി അത് റീകോമിനന്റ് DNA നമ്മൾ ഉണ്ടാക്കി. ഇനി റീകോമിനന്റ് DNA ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആണെങ്കിൽ അതിനെ എങ്ങനെ ഇപ്പൊ റീകോമിനന്റ് DNA ഉണ്ടാക്കാം, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആംപ്ലിഫിക്കേഷൻ ടെക്നിക്ക് നമ്മൾ പഠിച്ചത്. അപ്പൊ റീകോമിനന്റ് DNA അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ റീകോമിനന്റ് DNA നമുക്ക് എങ്ങനെ ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യാം, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെസിപ്പിയൻ റീകോമിനന്റ് DNA ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ലിഗേറ്റഡ് DNA എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ലിഗേറ്റഡ് DNA റെസിപ്പിയൻ സെല്ലിലോട്ട് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അതിന് പല സ്റ്റെപ്പ് നമ്മൾ പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്ടീരിയൽ സെല്ലിലോട്ടാണ് അതിനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡൈവാലന്റ് കാറ്റയോൺ, ആ ഒരു റീകോമിനന്റ് DNA ഡൈവാലന്റ് കാറ്റയോൺ അല്ലെങ്കിൽ കാൽഷ്യം ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ അതിന് കോമ്പിറ്റൻസി കിട്ടും. അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്, ബാക്ടീരിയൽ സെല്ലിലോട്ട് ഇൻസേർട്ടഡ് ആകുന്നത്. ദെൻ പ്ലാന്റ് സെല്ലിലോട്ട് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ജീൻ ഗൺസ് അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് യൂസ് ചെയ്താൽ മതി. ഇനി ആനിമൽ സെല്ലിലോട്ടാണ് അതിനെ ഇൻജെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് മൈക്രോ ഇഞ്ചക്ഷൻ ആണ്. അപ്പൊ സെവറൽ മെത്തേഡ്സ് നമ്മൾ പ്രിൻസിപ്പിൾസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. Then recipient cells, after making them competent to receive, take up DNA present in surrounding. അതായത് ഇപ്പം റെസിപ്പിയന്റ് സെൽസ് കോമ്പീറ്റന്റ് ആക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ DNA അവരുടെ സറൗണ്ടിങ്ങിലുള്ള DNA അവരെന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. Then so if a recombinant DNA bearing gene for resistance to an antibiotic, അതായത് ആംബിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻസ് ഉള്ള റീകോമിനന്റ് DNA ആണെങ്കിൽ, ഓക്കെ, ആംബിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള റീകോമിനന്റ് DNA ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈക്കോളൈ സെൽസിലോട്ടാണ്. അപ്പൊ ആ ഹോസ്റ്റ് സെൽസിന് എന്ത് കിട്ടും, എന്ത് കപ്പാസിറ്റി കിട്ടും, ആംബിസിലിൻ റെസിസ്റ്റന്റ് സെല്ലായിട്ട് അത് മാറും. ഓക്കെ, ആംബിസിലിൻ റെസിസ്റ്റന്റ് സെല്ലായിട്ട് മാറും. If we spread the transformed cell on agar plates, ഇനി ഈ ട്രാൻസ്ഫോംഡ് സെൽസ്, അതായത് ആംബിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സെൽസ്, അതായത് ആംബിസിലിന് റെസിസ്റ്റന്റ് കാണിക്കുന്ന റീകോമിനന്റ് DNA ഓൾറെഡി ഇൻസേർട്ടഡ് ആയിട്ടുള്ള സെൽസ് എന്ത് ചെയ്യാണ്, അഗാർ പ്ലേറ്റ്സിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അഗാർ ഇപ്പൊ പെട്രി പ്ലേറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അതിൽ അഗാർ മീഡിയം ഒഴിച്ച് അത് സെറ്റിൽഡ് ആക്കി വെക്കും. എന്നിട്ട് അതിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒഴിക്കുന്നത്. അപ്പൊ അതുവഴി ഇപ്പം അഗാർ പ്ലേറ്റ്സിന് എന്തുണ്ട്, ആംബിസിലിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് ഒഴിക്കും. ഓൺലി ട്രാൻസ്ഫോർമൻസ് വിൽ ഗ്രോ. അപ്പം ഇപ്പോ ഈ അഗാർ പ്ലേറ്റ്സിൽ ഒഴിക്കുന്നത് വഴി അവിടെ റീകോമിനന്റ് DNA ഉള്ള സെൽസ് മാത്രമാണ് ഗ്രോ ചെയ്യുള്ളൂ. അതിനെയാണ് ട്രാൻസ്ഫോർമൻസ് എന്ന് പറയുന്നത്. അവര് മാത്രമാണ് ഗ്രോ ചെയ്യുള്ളൂ. അൺട്രാൻസ്ഫോംഡ് റെസിപ്പിയന്റ് സെൽസ് അവിടെ ഡൈ ആകും. Okay, since due to ampicillin resistance gene, the ampicillin resistance gene ഉള്ളത് കൊണ്ട് one is able to select a transformed cell in the presence of ampicillin. ampicillin ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുള്ളൂ, ഈ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസ് മാത്രമേ അവിടെ ഉണ്ടാകുള്ളൂ. അപ്പൊ അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. The ampicillin resistance gene in this case is called selectable marker. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് സെലക്ടബിൾ മാർക്കറിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനൊന്ന് ജസ്റ്റ് റീകോൾ ചെയ്യാം. അതായത് സെലക്ടബിൾ മാർക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ട്രാൻസ്ഫോർമൻസിനെ കണ്ടുപിടിക്കാനും അവരെ എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമൻസിന്റെ ഗ്രോത്തിനെ പെർമിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെലക്ടബിൾ മാർക്കേഴ്സ് ഈ ഒരു ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എന്താണ്, സെലക്ടബിൾ മാർക്കർ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA ആ ഒരു സെക്ഷനിൽ പറയാനുള്ളൂ. ദെൻ ഇപ്പം ഇൻസേർഷൻ കഴിഞ്ഞു.
ഇപ്പോൾ ഒരു സെല്ലിന്റെ ഉള്ളിൽ അത് ഇൻസേർട്ടഡ് ആയി, റീകോമിനന്റ് DNA ഇൻസേർട്ടഡ് ആയി. ദെൻ ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ഇനി ആ ഒരു റീകോമിനന്റ് DNA എന്താണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് നോക്കാം. When you insert a piece of alien DNA into a cloning vector and transfer it into bacterial, plant or animal cell, the alien DNA gets multiplied. In almost all recombinant technologies, the ultimate aim is to produce desirable proteins. Okay, അപ്പം എല്ലാ recombinant DNA ടെക്നോളജിയുടെയും ഒരുവിധം മെജോറിറ്റി കേസിലും അവർ ആ ഒരു recombinant DNA ടെക്നോളജി ചെയ്യുന്നത് ഡിസൈർഡ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Hence, there is a need for the recombinant DNA to be expressed. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ആ ഒരു ഡിസൈർഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ ഒരു recombinant DNA എക്സ്പ്രസ്ഡ് ആവണം. ഓക്കെ, അപ്പം അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ recombinant DNA കൊടുത്തു, ആ ഒരു ബാക്ടീരിയൽ സെല്ലിൽ ആ ഒരു recombinant DNA എന്ത് ചെയ്യണം, അവര് എക്സ്പ്രസ്ഡ് ആകണം. അപ്പൊ അത് അവിടെ വരുന്ന ഒരു നെസസിറ്റി ആണ്. അവർ എക്സ്പ്രസ്ഡ് ആയാലാണ് ഏത് തരം പ്രോട്ടീൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. The foreign gene gets expressed under appropriate condition. അപ്പൊ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. The expression of foreign genes in host cell involve understanding many technical details. അപ്പം ഈ ഒരു ഫോറിൻ ജീൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഏത് തരം പ്രോട്ടീൻ ആണ് ഉണ്ടാകുന്നത്, അങ്ങനെ പലതരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് എക്സ്പ്രസ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. Then after having cloned the gene of interest, having optimized the condition to induce the expression of target protein. അപ്പൊ നമ്മൾ ഒപ്റ്റിമൈസ് കണ്ടീഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ എക്സ്പ്രസ്ഡ് ആകും. അങ്ങനെ അതുവഴി ടാർഗറ്റ് പ്രോട്ടീൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. One has to consider producing it on a large scale. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒരു മിനിമൽ ക്വാണ്ടിറ്റിയിലല്ല, ലാർജ് സ്കെയിൽ ആയിട്ടാണ് പ്രോട്ടീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ബയോടെക്നോളജിയുടെ ഒരു വലിയൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ, പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ബയോടെക്നോളജിയുടെ ഒരു ഫംഗ്ഷൻ. അപ്പം ലാർജ് സ്കെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പ്രോട്ടീൻ എന്ത് ചെയ്യണം, സിന്തസൈസ് ചെയ്യണം. Can you think of any reason why there is need for large scale production? എന്തുകൊണ്ടാണ് അവിടെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ നീഡ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ റീസൺ? ഇപ്പം if any protein encoding gene is expressed in a heterologous host, which is called recombinant protein. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഹെട്രോലോഗസ് ഹോസ്റ്റില് ഇപ്പൊ ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തു, അവിടെ പ്രോട്ടീൻസ് ഉണ്ടായി നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പ്രോട്ടീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിക്കോംബിനന്റ് പ്രോട്ടീൻ. അതായത് റിക്കോംബിനന്റ് DNA ഒരു ബാക്ടീരിയൽ സെല്ലിലോട്ട് ഇൻസേർട്ട് ചെയ്തു, അതവിടെ എക്സ്പ്രസ്ഡ് ആയി, ഒപ്റ്റിമം കണ്ടീഷൻ കൊടുക്കുമ്പോൾ ആ എക്സ്പ്രസ്ഡ് ആയിട്ട് പിന്നെ അവരെന്ത് ചെയ്യും, പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് റിക്കോംബിനന്റ് പ്രോട്ടീൻസ്. Then the cells harboring cloned genes of interest may be grown on a small scale in laboratory. അപ്പൊ ഫസ്റ്റ് അത് സ്മോൾ സ്കെയിൽ ലബോറട്ടറിയിൽ എന്ത് ചെയ്യും, അതിനെ ക്ലോൺ ചെയ്തെടുക്കും, കൾച്ചർ ചെയ്തെടുക്കും. അത് ഡിസൈർഡ് പ്രോട്ടീൻ ആണോ അത് എക്സ്ട്രാക്ട് ചെയ്യാനും അതുപോലെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനൊക്കെയാണ്. ദെൻ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ആ ഡിസൈർഡ് പ്രോട്ടീൻ എക്സ്ട്രാക്ട് ചെയ്ത് തന്നെ പ്യൂരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് the cells can also be multiplied in a continuous culture system where in the used medium is drained out from one side while fresh medium is added from the other to maintain the cells in their physiologically most ഫിസിയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ്. ഇപ്പം നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ റിക്കോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആ ബാക്ടീരിയത്തിനെ നമ്മൾ കൾച്ചർ ചെയ്യാണ്. കൾച്ചർ ചെയ്തിട്ട് ആ കൾച്ചർ ചെയ്തതിനെ അവരുടെ ആക്റ്റീവ് ലോഗ്, അപ്പം നമുക്കറിയാം ബാക്ടീരിയയുടെ ഗ്രോത്ത് 3 ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 3 ഫേസ് ഡിവൈഡ് ചെയ്യുന്നതിൽ നമ്മൾ ആക്റ്റീവ് ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസിൽ ആ ഒരു കൾച്ചർ, അതിന്റെ ആ ഒരു ബാക്ടീരിയ, അതായത് റിക്കോംബിനന്റ് DNA ഉള്ള ആ ഒരു ബാക്ടീരിയത്തിന്റെ കൾച്ചറിങ് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, തടഞ്ഞു വെക്കാണ്, പ്രിവെന്റ് ചെയ്ത് വെക്കാണ് ആ ഒരു എക്സ്പോണൻഷ്യൽ ഫേസിൽ. ഓക്കെ, then this type of culturing method produces a large biomass leading to higher yield of desired protein.
അപ്പൊ ഇങ്ങനെ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ ലാർജ് ബയോമാസ് ഉണ്ടാകും. ഇപ്പൊ ബാക്ടീരിയാസ്, റീകോംബിനന്റ് DNA ഉള്ള ബാക്ടീരിയാസ് ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡിസൈർഡ് പ്രോട്ടീൻ ഹയർ yield പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. Then small volume cultures cannot yield appreciable quantities of products. ഇപ്പൊ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഒരിക്കലും നമുക്ക് അപ്രീഷ്യബിൾ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കി തരുന്നില്ല. അപ്പം അതിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മൾ ഈ ഡിസൈർഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡിസൈർഡ് പ്രോട്ടീൻസിനെ ഉണ്ടാക്കണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ബയോറിയാക്ടേഴ്സ്. അതായത് ബയോടെക്നോളജി ആ ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ എൻസൈംസ് ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് സ്മോൾ സ്കെയിൽ ആയിട്ട് ഉണ്ടാക്കിയാൽ പോരാ. അപ്പൊ അതിന് ഇപ്പൊ ഇൻസുലിൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്മോൾ സ്കെയിൽ ആയിട്ട് ഉണ്ടാക്കിയാൽ പോരാ, ലാർജ് സ്കെയിൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ബയോറിയാക്ടേഴ്സ്. അപ്പൊ ബയോറിയാക്ടേഴ്സിൽ ഇപ്പൊ 100 to 1000 ലിറ്റേഴ്സ് എന്ത് ചെയ്യും, കൊള്ളും. അത്രയാണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്രയും കൾച്ചർ ചെയ്തെടുക്കാനും പ്രോസസ് ചെയ്തെടുക്കാനും പറ്റും. ദിസ് ബയോറിയാക്ടേഴ്സ് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് vessels in which raw materials are biologically converted into specific products. ഈ ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത് വെസൽസ് ആണ്. ഈ വെസൽസിൽ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബയോളജിക്കലി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ മീൻസിലാണ്. അതെന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്ത് സ്പെസിഫിക് പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യും. ഒരിക്കലും കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ബയോറിയാക്ടേഴ്സിൽ എന്ത് ചെയ്യില്ല, റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ബയോളജിക്കൽ ആയിട്ടുള്ള സംഭവമാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സ്പെസിഫിക് പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പം ഇൻഡിവിജ്വൽ എൻസൈംസ്, ഇൻസുലിൻസ് ഒക്കെ. ദെൻ യൂസിങ് മൈക്രോബിയൽ, പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ്. അത് യൂസ് ചെയ്തിട്ടാണ് ബയോറിയാക്ടേഴ്സിൽ എന്ത് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസൈറബിൾ പ്രോട്ടീൻസും സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നത്. Then a bioreactor provides the optimal condition for achieving desired product by providing optimum growth condition. അപ്പം ഈ ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ആണെങ്കിലും പ്ലാന്റ് സെല്ലിന്റെ ആണെങ്കിലും ആനിമൽ സെല്ലിന്റെ ആണെങ്കിലും ഒപ്റ്റിമൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്തുണ്ടാക്കുന്നത്, ഡിസൈർഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന ഗ്രോത്ത് കണ്ടീഷൻസ് നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യും, pH, സബ്സ്ട്രേറ്റ്, സോൾട്സ്, വൈറ്റമിൻസ്, ഓക്സിജനും ന്യൂട്രിയൻസും എന്തായാലും വേണം ഏത് സെല്ലിനായാലും. അപ്പൊ ആ ഒരു സെല്ലിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം കണ്ടീഷൻസും എവിടെ പ്രൊവൈഡ് ചെയ്യും, ബയോറിയാക്ടേഴ്സിൽ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആയാലും ഡിസൈറബിൾ ആയിട്ടുള്ള വേറെ ഏത് പ്രോഡക്ട്സ് ആയാലും അവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാണ് ബയോറിയാക്ടറിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ സ്റ്റയർ ടാങ്ക് ബയോറിയാക്ടർ ആണ്. ദെൻ സെക്കൻഡ് കൊടുത്തിട്ടുള്ളത് സ്പാജ്ഡ് സ്റ്റയർ ടാങ്ക് ബയോറിയാക്ടർ ആണ്. ദെൻ ഇപ്പൊ ഈ സ്പാജ്ഡ് സ്റ്റയർ ടാങ്ക് ബയോറിയാക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റിറൈൽ ആയിട്ടുള്ള എയർ ബബിൾസ് സ്പാജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ മറ്റേ കേസിൽ അങ്ങനെയില്ല. ഓക്കെ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സിമ്പിൾ സ്റ്റയർ ടാങ്ക് ബയോറിയാക്ടേഴ്സ് ആണ്. ദെൻ എ സ്റ്റയർ ടാങ്ക് റിയാക്ടർ ഈസ് യൂഷ്വലി സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. അതുപോലെ തന്നെ കേർവ്ഡ് ബേസ് ഉണ്ടായിരിക്കും. ദെൻ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് മിക്സിംഗ് ഓഫ് റിയാക്ടർ കണ്ടൻസ്, അതായത് ആ ഒരു റിയാക്ടറിൽ കൊടുക്കുന്ന റിയാക്ടർ കണ്ടൻസ് ഉണ്ട്, അതിനെ മിക്സ് ചെയ്യാനായിട്ടാണ് സംഭവം യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റയർ ഫെസിലിറ്റേറ്റ്സ് ഈവൻ മിക്സിംഗ് ആൻഡ് ഓക്സിജൻ അവൈലബിലിറ്റി ത്രൂ ഔട്ട് ദ ബയോറിയാക്ടർ. ഇപ്പൊ ഈ സ്റ്റയറർ എന്ന് പറയുന്നത് ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റയറർ യൂസ് ചെയ്യുന്നത് ആ ഒരു ബയോറിയാക്ടറിലുള്ള കണ്ടൻസ് മിക്സ് ചെയ്യാനും ഓക്സിജനെ ത്രൂ ഔട്ട് ബയോറിയാക്ടർ അതിന്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്റ്റയറർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ്ലി എയർ ക്യാൻ ബി ബബിൾ ത്രൂ ദ റിയാക്ടർ, എയർ ബബിൾ ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പൊ ആ ഒരു ബയോറിയാക്ടറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അജിറ്റേറ്റർ സിസ്റ്റം, ഓക്സിജൻ ഡെലിവറി സിസ്റ്റം, ഫോം കൺട്രോൾ സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, pH കൺട്രോൾ സിസ്റ്റം, സാമ്പിളിംഗ് പോഡ്സ്, so that small volumes of culture can be withdrawn periodically. Sampling pods നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ എമൗണ്ടിൽ നമുക്ക് അതിന്റെ സാമ്പിൾസ് പീരിയോഡിക്കലി എടുക്കാൻ പറ്റും. അതെന്തിനു വേണ്ടിയിട്ടാ, ഇപ്പോൾ ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഫോം ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നോക്കി ഇപ്പൊ ബയോറിയാക്ടേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരു മോട്ടർ ഉണ്ടായിരിക്കും, ഫോം ബ്രേക്കർ ഉണ്ടായിരിക്കും, അതുപോലെ ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ ഉണ്ടായിരിക്കും, കൾച്ചർ ബ്രോത്ത് ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, കൾച്ചറിങ്, അതായത് ഇപ്പൊ ബാക്ടീരിയൽ സെൽ ആണെങ്കിൽ അതിന്റെ കൾച്ചറിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ സ്റ്റിറൈൽ എയർ കൊടുക്കുന്നുണ്ട്.
ആസിഡ് ബേസ് അല്ലെങ്കിൽ pH കൺട്രോൾ ചെയ്യാൻ, അതുപോലെ സ്റ്റീം അതായത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ ഏതെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതെന്ന് പറയുന്നത് സ്പാജറി സ്റ്റൈൽ ടാങ്ക്സ് ആണ്. അപ്പം അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഗ്യാസ് എന്റർടൈൻമെന്റ് ഉണ്ട്, എൻട്രെയിൻമെന്റ് ഉണ്ട്, ഗ്യാസ് എൻട്രെയിൻമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ ഫോർ ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ബബിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിജന്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി. ഇത്രയാണ് ബയോറിയാക്ടേഴ്സിൽ വരുന്ന കുറച്ച് സിസ്റ്റംസ്. ഇനി നെക്സ്റ്റ്, ഇപ്പം ബയോറിയാക്ടേഴ്സിൽ ഇട്ട് എന്ത് ചെയ്തു, ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അപ്പോഴും അവിടെ കുറച്ച് ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതില് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിംഗ് ചെയ്യുന്നത് വഴി അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് biosynthetic stage, the product has to be subjected through a series of process before it is ready for marketing as a finished product. അപ്പോൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലോട്ട് ഇറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ പ്യൂരിഫിക്കേഷനും കൂടി നടത്തണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഓക്കെ, ദെൻ the process includes separation and purification. അവിടെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷൻ ഒക്കെയാണ് നടക്കുന്നത്, which are collectively referred to as downstream processing. The product has to be formulated with suitable preservatives. അപ്പൊ ഈ പ്രോഡക്റ്റ് കേടായി പോകാതിരിക്കാൻ വേണ്ടി suitable preservatives-നെ ആഡ് ചെയ്യുന്നുണ്ട്. Such formulation has to undergo thorough clinical trials as in case of drugs. ഇപ്പൊ ഈ ഇൻസുലിൻ ഒക്കെയാണ് സിന്തസൈസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പം ഇൻസുലിൻ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഡ്രഗ്സ് ആണ്. അപ്പൊ ഡ്രഗ്സിന് എന്ത് ചെയ്യണം, ക്ലിനിക്കൽ ട്രയൽസ് കൊടുക്കണം. ഓക്കെ, ദെൻ സ്ട്രിക്ട് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഫോർ ഈച്ച് പ്രോഡക്റ്റ് ഈസ് ഓൾസോ റിക്വയർഡ്. സ്ട്രിക്ട് ക്വാളിറ്റി കൺട്രോളും അവിടെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് വാരി ഫ്രം പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ വേറൊരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങും അതുപോലെ ഡൗൺ സ്ട്രീം പ്രോസസ്സും ഒക്കെയും വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാ പ്രോഡക്റ്റിനും ഒരേപോലെ ആയിരിക്കില്ല ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ത്, ഈ ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് DNA-യുടെ ഐസൊലേഷൻ. DNA ഐസൊലേഷൻ ആണ് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ദെൻ അതിന്റെ ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംപ്ലിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻസേർഷൻ എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻസേർഷൻ കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെ നമുക്ക് കൾച്ചർ ചെയ്യാം, അപ്പൊ അതിന്റെ ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോറിൻ പ്രോഡക്ട്സ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഇപ്പൊ ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഫോറിൻ ജീൻ പ്രോഡക്ട്സ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അതിനെ മാർക്കറ്റിൽ ഇപ്പൊ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആക്കാൻ വേണ്ടിയിട്ട് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് മുതൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഏറ്റവും ഫസ്റ്റ് റെനിയ ഡെസ്കാർട്സിന്റെ ടൈമിലാണ് എന്ത് ചെയ്തത്, ബയോടെക്നോളജി ആ ഒരു ഫീൽഡ് കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആവാൻ തുടങ്ങിയത് റെനിയ ഡെസ്കാർട്ടസിന്റെ ടൈമിലാണ്. ദെൻ ഹെർബർട്ട് ബോയറൊക്കെയും അതുപോലെ തന്നെ സ്റ്റാൻലി കൊഹനൊക്കെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഹെർബർട്ട് ബോയറിന്റെ ഒന്നും പേര് മറക്കാൻ പാടില്ല, അതുപോലെ സ്റ്റാൻലി കൊഹന്റെയും. ദെൻ പ്രിൻസിപ്പിൾസ് പ്രോസസ്സുകളാണ് നെക്സ്റ്റ് പറഞ്ഞത്. ബയോടെക്നോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് കാൾ എർക്കി ആണ്. ദെൻ ഇപ്പൊ അതിൽ 2 കോർ ടെക്നിക്സ് ആണ് വരുന്നത്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്, പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും, അത് രണ്ടുമാണ് ഇതിന്റെ കോർ ടെക്നിക്സ് എന്ന് പറയുന്നത്. ദെൻ കുറച്ച് ടേംസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഡിസൈറബിൾ
DNA എടുത്ത് വെക്ടർ DNAയിലോട്ട് വെക്കുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന ഒന്നാണ് എന്ത് റിക്കോംബിനന്റ് DNA. ദെൻ അവിടെ ഈ റിക്കോംബിനന്റ് DNA ഒരു സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിനെ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയും. ദെൻ ഈ അവിടെ ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൾച്ചർ ചെയ്യും ആ ഒരു സെല്ലിനെ. അപ്പം അവിടെ എന്ത് ചെയ്യും, കുറെ കോപ്പീസ് ഉണ്ടാകും. കോപ്പീസ് അല്ല, കുറെ ഇപ്പം റിക്കോംബിനന്റ് DNA കുറെ ഉണ്ടാകും. അപ്പൊ അതിനെയാണ് ജീൻ ക്ലോണിങ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പം ആ ഒരു വെക്ടറിനെ നമുക്ക് പ്ലാസ്മിഡ് എന്നും പറയാം. അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ഇപ്പം ഈ ഒരു വെക്ടറിലുള്ളതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന സൈറ്റ്. അവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ, മോളിക്കുലാർ സിസേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നൊക്കെ പറയുമ്പോൾ അത് സ്പെസിഫിക് സൈറ്റിൽ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പല ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏത് സീക്വൻസ്, ഏത് ഡിസൈറബിൾ DNA ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈം ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ അതിന്റെ നെയിമിങ്ങും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ട്, എക്സോന്യൂക്ലിയസ് ഉണ്ട്. എൻഡോന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ അത് DNA ഉള്ളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എക്സോന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ അത് DNA എൻഡ്സിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ദെൻ ഇപ്പം എൻഡോന്യൂക്ലിയസസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിൻഡ്രോം ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ മാത്രമാണ് കട്ട് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളം എന്നുള്ള വേർഡ് അങ്ങോട്ട് വായിച്ചാലും തിരിച്ചു വായിച്ചാലും എന്താണ്, സെയിം തന്നെയാണ്. അത് അങ്ങനെയുള്ള സീക്വൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സീക്വൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇപ്പം DNA ഫ്രാഗ്മെന്റ്സിന്റെ സെപ്പറേഷൻ, അതിന്റെ ഐസൊലേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? അപ്പം ജെലിലോട്രോഫോറസിസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അപ്പൊ ഈ DNA ഫ്രാഗ്മെന്റ്സിന്റെ സെപ്പറേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ ഒക്കെ നടത്തുന്നത്. പിന്നെ ക്ലോണിങ് വെക്ടേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. വെക്ടേഴ്സ്, അതിന് തന്നെയാണ് ക്ലോണിങ് വെക്ടർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ PBR 322 ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. ഈക്വളായി നിന്ന് എടുക്കുന്നതാണ്. അപ്പം ഈ വെക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ടായിരിക്കും, ക്ലോണിങ് സൈറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ദിനം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കുന്ന കുറെ സൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ, വെക്ടറിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കാം. ദെൻ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ, അതൊരു ടേം പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് ഈ സെലക്ടബിൾ മാർക്കേഴ്സ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാതും എന്ത് ചെയ്യും, കളേർഡ് ആകും. ഓക്കെ, എല്ലാതും ബ്ലൂ കളേർഡ് ആകും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചിലതിന്റെ ഇപ്പം ബീറ്റ ഗാലക്ടോസിഡേസ് കൊടുക്കുന്ന സമയത്ത് അവിടെ ആൽഫ ഗാലക്ടോസിഡേസിന്റെ ഇനാക്ടിവേഷൻ വരും. അപ്പൊ എല്ലാം ബ്ലൂ കളേർഡ് ആകില്ല, ട്രാൻസ്ഫോർമൻസ് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുള്ളൂ, ബ്ലൂ കളേർഡ് ആകുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഇൻസേർഷണൽ ഇനാക്ടിവേഷന്റെ ടേം ഡിഫൈൻ ചെയ്യുമ്പോൾ അത്രയാണ് പറയാം. ദെൻ വെക്ടേഴ്സ്, പ്ലാന്റ്സിൽ ആനിമൽസിന് യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ്. അപ്പം പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത് TI പ്ലാസ്മിഡ്സ് ആണ്, ആനിമൽസിൽ യൂസ് ചെയ്യുന്നത് റിട്രോവൈറസസ് ആണ്. ഓക്കെ, ദെൻ കോമ്പീറ്റന്റ് ഹോസ്റ്റ്, അതായത് ഇപ്പം നമ്മൾ റിക്കോംബിനന്റ് DNA കൊടുക്കുന്ന സമയത്ത് ആ ബാക്ടീരിയൽ സെൽസിനെ ഏറ്റവും ഫസ്റ്റ് ഡൈവാലന്റ് കാറ്റോൺ വെച്ച് ട്രീറ്റ് ചെയ്യുക, അതായത് കാൽഷ്യം വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിക്കോംബിനന്റ് DNA ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് കോമ്പീറ്റൻസി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനിയിപ്പോ ബാക്ടീരിയൽ സെല്ലാകുമ്പോൾ ജസ്റ്റ് അതിനെ ഇൻക്യൂബേറ്റ് ചെയ്താൽ മതി, ബാക്ടീരിയൽ സെല്ലും അതുപോലെ തന്നെ ഈ ഒരു റിക്കോംബിനന്റ് DNA തമ്മിൽ ട്രീറ്റ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്ലാന്റ് സെല്ലിന്റെ ആനിമൽ സെല്ലിന്റെയും കേസിലാണ്. പ്ലാന്റ് സെല്ലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺസ് യൂസ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ആനിമൽ സെല്ലാകുമ്പോൾ നമുക്ക് നേരിട്ട് ന്യൂക്ലിയസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോ ഇഞ്ചക്ഷൻ കൊടുത്ത് റിക്കോംബിനന്റ് DNA എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ കുറെ പ്രോസസ്സുകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു റിക്കോംബിനന്റ് DNA ടെക്നോളജിയിൽ വരുന്ന പ്രോസസ്സുകളാണ്. ടൂൾസ് നമ്മൾ പഠിച്ചു, പ്രിൻസിപ്പിൾസ് പഠിച്ചു. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ ഒരുപാട് എൻസൈംസ്, ലൈസോസൈം, സെല്ലുലോസ്, പിന്നെ അതുപോലെ തന്നെ സെല്ലുലേസ്, അതുപോലെ കൈറ്റിനേസ്, പ്രോട്ടിയേസ്, റൈബോന്യൂക്ലിയേസ്, അങ്ങനെ ഒരുപാട് എൻസൈംസ് വെച്ചിട്ടാണ് DNA ഒപ്പമുള്ള മാക്രോ മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും DNA പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം സ്പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ദെൻ പിന്നെ വരുന്നതാണ് കട്ടിങ്. ഇപ്പൊ DNA എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ സ്പെസിഫിക് ലൊക്കേഷനിൽ കട്ട് ചെയ്യണമെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്യും. പിന്നെ അവിടെ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെക്ടർ ആയാലും അതുപോലെ തന്നെ ഇപ്പം ഫ്രാഗ്മെന്റ്സ് ആയാലും രണ്ടും കട്ട് ചെയ്യുന്നത് സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ടാണ്. കാരണം നമുക്ക് വേണ്ടത് സെയിം ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ആയതുകൊണ്ടാണ് സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്താലാണ് റീകോംബിനന്റ് DNA ഫോം ചെയ്യുള്ളൂ. ഇനിയിപ്പോ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം സ്മോൾ ഫ്രാഗ്മെന്റ് DNA ഒന്നൊക്കെ ആവും കിട്ടുന്നുണ്ടാവുക. ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീകോംബിനന്റ് DNA ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആംപ്ലിഫിക്കേഷൻ. അപ്പൊ ആംപ്ലിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കാണ്. അപ്പൊ അവിടെ 3 സ്റ്റെപ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഡീനാച്ചുറേഷൻ 96 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുക. അത് മെയിൻ ആയിട്ട് മീൻ ചെയ്യുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA സിംഗിൾ സ്ട്രാൻഡ്സ് ആക്കുക എന്നുള്ളതാണ്. ദെൻ അനീലിംഗ് എന്ന് പറയുന്നത് 55 ഡിഗ്രി സെൽഷ്യസിലാണ് നടത്തുന്നത്. അനീലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമേഴ്സ് കൊടുക്കും. പ്രൈമേഴ്സ് ചെന്നിട്ട് ഓരോ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മുകളിൽ ചെന്ന് അനീൽ ചെയ്യും. ദെൻ എക്സ്റ്റൻഷൻ അത് 72 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, ഈ പ്രൈമേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA 2 ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAs ഉണ്ടാക്കും. അങ്ങനെ ബില്യൺസ് ഓഫ് കോപ്പീസ് ഈ ആംപ്ലിഫിക്കേഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻസേർഷൻ. ഈ റീകോംബിനന്റ് DNA നമ്മൾ എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ പല ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഹോസ്റ്റിനെ കോമ്പിറ്റൻസി കൊടുക്കുക, ഡയവാൻ കാറ്റയോൺ അല്ലെങ്കിൽ കാൽഷ്യംസ് യൂസ് ചെയ്തിട്ട് ബാക്ടീരിയൽ സെല്ലിനെ ആയാലും ഹോസ്റ്റിനെ ഏതിനെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കോമ്പിറ്റൻസി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ റീകോംബിനന്റ് DNA അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ, ദെൻ അതിന് പല ടൈപ്പ് ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സെലക്ടബിൾ മാർക്കേഴ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പം ആന്റിബയോട്ടിക് ഇപ്പം ആംബിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ കോളായിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഈ ഈക്കോളായി അഗാർ പ്ലേറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. അഗാർ പ്ലേറ്റ്സിന്റെ ഒരു പ്രത്യേകത അതിൽ ആംബിസിലിൻ ഉണ്ടായിരിക്കും. അപ്പൊ ട്രാൻസ്ഫോർമൻസ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അവിടെ ഗ്രോ ചെയ്യുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ഡൈ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനിനെയാണ് എന്ത് ചെയ്യുന്നത്, സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പിന്നെ അതിൽ നിന്നും എന്ത് ചെയ്യും, ഫോറിൻ ജീൻ പ്രോഡക്ട്സ് ഒപ്റ്റെയിൻ ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ബയോടെക്നോളജി പ്രോസസ്സുകൾ അല്ലെങ്കിൽ റീകോംബിനന്റ് DNA ടെക്നോളജീസ് ചെയ്യുന്നത് കുറച്ച് നമുക്ക് ഇപ്പൊ ബയോടെക്നോളജിയുടെ ഫംഗ്ഷൻ തന്നെ അതാണ്, ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഒപ്റ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ഒരു റീകോംബിനന്റ് DNA ഏത് പ്രോട്ടീൻ ആണ് ഉണ്ടാക്കുന്നത്, അപ്പൊ അതിന് എന്ത് ചെയ്യണം, ഒപ്റ്റെയിൻ ചെയ്യണം. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വരുന്ന വേറൊരു സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസൈർഡ് പ്രോട്ടീൻ നമ്മൾ റീകോംബിനന്റ് പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്മോൾ സ്കെയിൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സ്മോൾ സ്കെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അപ്പൊ അതാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റിലോട്ട് ഇപ്പൊ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു ബയോറിയാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബയോറിയാക്ടേഴ്സിൽ ആണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ ബയോറിയാക്ടേഴ്സിൽ ഇങ്ങനെ പ്രോട്ടീൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തു എന്നുണ്ടെങ്കിലും അത് അത്രയും പ്യൂരിഫൈഡ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. അപ്പം അവിടെ ഇപ്പോ ഈ ബയോറിയാക്ടേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഒപ്റ്റിമൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ്, സോൾട്ട്, വിറ്റമിൻസ്, ഓക്സിജൻ ഒക്കെയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ ആനിമൽ സെൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെൽ അത് ഏതെങ്കിലും ഒന്നും കൂടി കൊടുക്കും. അതായത് ഈ റീകോംബിനന്റ് DNAക്ക് എന്ത് ചെയ്യാൻ, അവർ എക്സ്പ്രസ്ഡ് ആയിട്ട് അതിൽ നിന്നും ഇപ്പോൾ റീകോംബിനന്റ് പ്രോട്ടീൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം തറവായിട്ട് മിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റൈറേഴ്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ 2 ടൈപ്പാണ് ബയോറിയാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ബയോറിയാക്ടേഴ്സിൽ ഇങ്ങനെ റീകോംബിനന്റ് പ്രോട്ടീൻസ് ഉണ്ടായാലും അവിടെ ഒരുപാട് എന്ത് ചെയ്യാൻ ഇംപ്യൂരിറ്റീസ് ഉണ്ടാകും. അപ്പൊ ഇംപ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ചെയ്യും. കാരണം ഇപ്പൊ ഇത് മാർക്കറ്റിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ മാർക്കറ്റ് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ചെയ്യുന്നത്. ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ വരുന്ന 2
ടെക്നിക്കാണ്. ഒന്ന് സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ടാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. ഇൻസുലിൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. അത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. ഇനി ഡ്രഗ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രഗ്സിന് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡ്രഗ്സ് ആണെങ്കിൽ ക്ലിനിക്കൽ ട്രയൽസ് നോക്കും, അല്ലെങ്കിൽ ടെസ്റ്റുകൾ നോക്കും. ക്ലിനിക്കൽ ടെസ്റ്റ്, ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ നോക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോഡക്ട്സ് എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റിലോട്ട് കൊടുക്കുള്ളൂ. അപ്പൊ ഇത്രയാണ് പ്രോസസ്സും പ്രിൻസിപ്പിൾസും ടൂൾസും വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ബയോടെക്നോളജിയുടെ ഹിസ്റ്ററി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിന്റെ ഒരു സമ്മറി നോക്കാം. അതായത് ബയോടെക്നോളജി ഡീൽസ് വിത്ത് large scale production and marketing of products and process using live organisms, cells or enzymes. Cells അല്ലെങ്കിൽ live organisms അല്ലെങ്കിൽ enzymes അതൊക്കെയും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബയോടെക്നോളജിയിൽ ഒരുപാട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി മോഡേൺ ബയോടെക്നോളജി യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് was made possible only when man learned to alter the chemistry of DNA and construct a recombinant DNA. ഇപ്പം ഒരു ഫ്ലൂറസെന്റ് മങ്കീനെ പറ്റി കേട്ടിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെയും അവരുടെ അവരുടെ DNA കെമിസ്ട്രി ഓൾട്ടർ ചെയ്തിട്ടാണ് അങ്ങനെ ഫ്ലൂറസെന്റ് മങ്കീസിനൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ ജനറ്റിക്കലി എഞ്ചിനീയർഡ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രമല്ല ക്രോപ്സിനെ ഉണ്ടാക്കുന്നുണ്ട്. അത് അവരുടെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയല് കെമിസ്ട്രി, അപ്പൊ അത് ഓൾട്ടർ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനേക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മോഡേൺ ബയോടെക്നോളജിയുടെ ഒരു ട്രെൻഡിങ് ആണ് ഇപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാന്നുള്ളത്. ദെൻ ദിസ് പ്രോസസ്, കീ പ്രോസസ് എന്ന് പറയുന്നത് റിക്കോംബിനന്റ് DNA ടെക്നോളജി ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. എപ്പോഴും ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു സംഭവമാണ് എന്ത്, റിക്കോംബിനന്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ദി യൂസ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആണ്. അത് മോളിക്കുലാർ സിസേഴ്സ് എന്ന് നമ്മൾ പറയും, കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. എൻഡോന്യൂക്ലിയസ് എവിടെയാണ് കട്ട് ചെയ്യുക, DNA മിഡിൽ പോർഷനിലൊക്കെയാണ് അത് കട്ട് ചെയ്യുന്നത്. ദെൻ DNA ലിഗേസ് വരുന്നുണ്ട്. DNA ലിഗേസ് എന്തിനു വേണ്ടിയിട്ടാണ്, അവർ മോളിക്കുലാർ ഗ്ലൂസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNA ലിഗേസസ്, ഗ്ലൂ ആയിട്ടാണ് അത് അവിടെ ആക്ട് ചെയ്യുന്നത്. ദെൻ അപ്രോപ്രിയേറ്റ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ വൈറൽ വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഈസ് ആക്കാൻ വേണ്ടിയിട്ട് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോറിൻ DNA ഇൻടു ഹോസ്റ്റ് ഓർഗാനിസം, അതിനെ കൊടുക്കാം അങ്ങോട്ട് ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അവിടെ നെക്സ്റ്റ് വരുന്നത് എക്സ്പ്രഷൻ ഓഫ് ഫോറിൻ ജീൻ. അതായത് ഇപ്പം ഒരു ഹോസ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു DNA കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഹോസ്റ്റിൽ ആ DNA എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. ഫോറിൻ ജീൻ എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ ഉണ്ടായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഡിസൈറബിൾ പ്രോട്ടീൻ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ ഫോറിൻ ജീൻ എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രഷൻ ഓഫ് ദ ഫോറിൻ ജീൻ. ദെൻ അവിടെ നെക്സ്റ്റ് നടക്കേണ്ടത് പ്യൂരിഫിക്കേഷൻ ഓഫ് ജീൻ പ്രൊഡക്റ്റ് പ്യൂരിഫൈ ചെയ്യണം. അതായത് ഇപ്പം അവിടെ ഉണ്ടായിട്ടുള്ള പ്രോട്ടീൻസ്, ഡിസൈറബിൾ പ്രോട്ടീൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റിക്കോംബിനന്റ് പ്രോട്ടീൻസ്. അപ്പൊ ഈ റിക്കോംബിനന്റ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ജീൻ പ്രോഡക്ട്സ് എന്ത് ചെയ്യണം, നെക്സ്റ്റ് പ്യൂരിഫൈ ചെയ്യണം. അപ്പൊ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് ബയോറിയാക്ടേഴ്സും. ബയോറിയാക്ടേഴ്സ് ലാർജ് ക്വാണ്ടിറ്റീസിൽ ഉണ്ടാക്കാം. പ്യൂരിഫൈ ചെയ്യുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് വഴിയാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷണൽ പ്രോട്ടീൻ ആൻഡ് ഫൈനലി, അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഫങ്ഷണൽ പ്രോട്ടീൻസ് ഉണ്ടായി. ഫൈനലി മേക്കിംഗ് എ സ്യൂട്ടബിൾ ഫോർമുലേഷൻ ഫോർ മാർക്കറ്റിംഗ്. എന്നിട്ട് അവിടെ ഫോർമുലേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് അത് പെട്ടെന്ന് നാശമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക. അപ്പൊ അതിനെയാണ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കറ്റിങ്ങിന് മുമ്പ് എല്ലാ ഇതുപോലെയുള്ള സംഭവം ബേക്കറി ആയാലും എന്തായാലും നമ്മൾ അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു. അതിനെയാണ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് കൊടുക്കുന്നുണ്ട് ബയോറിയാക്ടേഴ്സ് വഴി. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബയോടെക്നോളജി ഫീൽഡിൽ റിക്കോംബിനന്റ് DNA ടെക്നോളജിയിൽ ചെയ്യുന്നത്. ഇത്രയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുക. അതാണ് ബയോടെക്നോളജിയുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാ? കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നത് ഈ ഒരു സെൽസ്, എൻസൈംസ്, ലൈവ് ഓർഗാനിസംസ്, അതൊക്കെയും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ്, ടൂൾസ്, പ്രോസസ്സസ്. ഇത് നല്ല തറവായിട്ട് പഠിക്കുക. കാരണം ബയോടെക്നോളജി കുറച്ചും കൂടി ടഫ് ടോപ്പിക് ആണ്. അപ്പൊ ഇതിന്ന് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ബയോടെക്നോളജിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ബയോടെക്നോളജി ബേസ് ആയിട്ട് പറയുമ്പോൾ പ്രത്യേകിച്ചും ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലുള്ള എല്ലാ പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസും മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ വരുന്ന കീ പോയിന്റ്സ് അത് കുറച്ച് കൂടുതലായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വരുന്നത്. അപ്പൊ അത് കൂടുതലും ക്വസ്റ്റ്യൻസ് നല്ല തറോ ആയിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് മാത്രമാണ് അതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ബയോടെക്നോളജിയുടെ കേസിൽ ട്വിസ്റ്റിംഗ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ലൈൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാതെ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം നമ്മളത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബയോടെക്നോളജി ഫീൽഡാണ് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ട് വരുന്നത്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ടൈം എടുത്ത് പഠിക്കാനൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.